ഹായ്! ഇന്നൊരു കുഞ്ഞു ഈവനിംഗ് വ്ലോഗാണ് ട്ടോ. മഗ്‌രിബിൻ്റെ ആ ഒരു സമയമായിട്ടുണ്ട്. ഞാനിതാ ചായക്കുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാണ് ട്ടോ. വൈകുന്നേരത്തെ ആ ഒരു ചായ കുടിക്കേ. പിന്നെ എന്താണ് കടി ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ചായക്ക് കൂട്ടാനെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പഴം ഉണ്ടായിന് ട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. പൊരിക്കാനും വാട്ടാനും നിന്നിട്ടില്ല. അതൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ട്ടോ. പിന്നെ ഇതാ ഒരു ലോഡ് തിരുമ്പി തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം മടക്കി എടുത്ത് വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പണ്ട് മുതലേ എനിക്ക് മടിയുള്ള 2 പണീൻ്റെ കൂട്ടത്തിൽ ഒന്നാണ് കേട്ടോ ഈ തിരുമ്പി തുണികൾ മടക്കി വെക്കുക എന്നുള്ളത്. അങ്ങനെ ഇവിടെ ഇപ്പം മടിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ ചെയ്യണം. എന്തായാലും എല്ലാവരുടെ തുണികളും മടക്കി ഓരോന്നും ഓരോരോ സ്ഥലത്ത് കൊണ്ടുവച്ചാണ്. അപ്പോഴത്തേക്കൊക്കെ നമ്മളെ പഴമൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇട്ടിൽ ചെമ്പിൽ ആവി കയറ്റിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. ഞാനിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അങ്ങനെ വേവിച്ചെടുക്കലാണ്. അങ്ങനെ ഇതാ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു. അപ്പോഴത്തേക്കും നമ്മളെ ചായയും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ വേഗം ഒന്ന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കലും അങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടെ ചെയ്യാനുണ്ട്. എന്തായാലും ചായ കുടി കഴിഞ്ഞ് വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ രാവിലെ ചോറിൽ കറിക്ക് മീൻ കറി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊരിക്കാൻ വേണ്ടി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം മക്കളെ കൂടെ ഒന്ന് പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഇരിക്കാൻ. അങ്ങനെ ഇതാ വേഗം മീൻ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് രാവിലത്തെ പോലെ തന്നെയും കുറച്ച് പണികളൊക്കെ വൈകുന്നേരം ഉണ്ടാവുമല്ലോ. ഇതൊന്നും പിന്നെ കുഴപ്പമില്ല കേട്ടോ. വലിയ മെനക്കെട്ട പണി വരുമ്പോഴാണ് എനിക്ക് വൈകുന്നേരത്തെ പണിക്ക് മടി വരിക. എന്തായാലും ഇതാ മീനും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേഗം ഒന്ന് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ബായ്.